ألقى إليكم السلام لست مؤمنا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത ശ്രേഷ്ഠരിൽ കാരണവരായ ഷെയ്ഖുന ബില്ലാഹി ഉസ്താദ് അവറുകളെ, വല്ലപ്പുഴ യതീംഖാനയുടെ തിരുമുറ്റത്ത് ഈ പരിപാടിക്ക് അനുഗ്രഹമായി ഇവിടെ എത്തിച്ചേർന്ന പണ്ഡിത സദാത്യങ്ങളെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ദീൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ചില വ്യക്തികളെ, അവരുടെ സമയം, അവരുടെ വിഭവങ്ങൾ, അവരുടെ കഴിവുകൾ എല്ലാം അള്ളാഹു നിരന്തരം അള്ളാഹുവിൻ്റെ കലിമത്ത് സത്യമായി പുലരാൻ വേണ്ടി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആ ശഅനുകളിൽ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി അടുത്ത ഒരു പണ്ഡിത തലമുറയെ അൽ ജുവൈനി എന്ന നാമധേയത്തിൽ മഹാനായ അല്ലാമ ജുവൈനി തങ്ങളുടെ ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ ആലിമും മർജിഉൽ മദ്ഹബ് ശാഫിഈ ഫി സമാനിഹി എന്നറിയപ്പെട്ട ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭനായ അല്ലാമത്തുൽ ജുവൈനി, മഹാനായ അബ്ദുൽ മലിക് ബിൻ അബ്ദുല്ലാഹി ബിൻ യൂസുഫ് അൽ ജുവൈനി റഹ്മഹുള്ളയുടെ ഓർമ്മയിൽ ഈ പണ്ഡിതർക്ക് മഹാനായ നെല്ലായ ഉസ്താദ് ആ നാമകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർമ്മശാസ്ത്ര രംഗത്ത് മാത്രമല്ല, ഇമാം ഗസാലി തങ്ങളുടെ ഉസ്താദാണ് ജുവൈനി ഇമാം. ജുവൈനി ഇമാമിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരിൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി തങ്ങളുണ്ട്. മുഫസ്സിറാണ്, ഫഖീഹാണ്, ഇൽമുൽ കലാമിൽ, അഖീദയിൽ മുഅല്ലഫാത്തുകളുള്ള ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ഇമാമുൽ അഇമ്മ എന്നറിയപ്പെടുന്ന ഉജൂബത്തു ദഹരിഹി എന്ന് പറയുമായിരുന്ന ഇമാമുൽ ഹറമൈൻ, മക്കയിലും മദീനയിലും ദീനിൻ്റെ ദർസ് സേവന രംഗത്ത് ഫത്വ നൽകിയും മറ്റും നിറസാന്നിധ്യമായി ഇതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് പണ്ഡിത ലോകം നൽകിയ നാമകരണമാണ് ഇമാമുൽ ഹറമൈൻ അൽ ഇമാമുൽ ജുവൈനി. ആ നാമകരണമാണ് നമ്മുടെ ഇന്നത്തെ ഖിരീജീങ്ങളായ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയായി ഇറങ്ങുന്ന മുതഅല്ലിമീങ്ങൾക്കിവിടെ ജുവൈനി എന്ന പേരിവിടെ നൽകപ്പെടുന്നത്. ആ സാഹചര്യം വലിയൊരു പണ്ഡിതനെ, ഹിജറയുടെ 5-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഹിജറ 400-കളിൽ, 400-ൻ്റെ അവസാന ഭാഗത്ത് ദീനീ രംഗത്ത് പ്രോജ്വലിച്ചു നിന്ന മഹാനായൊരു ശാഫിഈ പണ്ഡിതൻ്റെ നാമധേയം. മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇറാനിലാണ്, അല്ലെങ്കിൽ ഇറാനിനോട് ചേർന്ന് കിടക്കുന്ന ഖുറാസാൻ എന്നറിയപ്പെടുന്ന പ്രദേശം. അത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ഏതായിരുന്നാലും ആ വലിയൊരു പണ്ഡിത പ്രതിഭയെ
ഒരിക്കലൂടെ ആ പ്രഭ പരത്താൻ സാധ്യമാകുന്ന രീതിയിൽ ദീനിൻ്റെ സേവന രംഗത്തേക്ക് ഇറങ്ങാൻ സജ്ജരായിരിക്കുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്ക് ഊർജ്ജസ്വലതയും തൗഫീഖും വലിയ ഹല്ലും ആലിമീങ്ങളുടെയൊക്കെ പൊരുത്തവും എല്ലാവിധ നന്മയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം സ്ഥാപനത്തിൻ്റെ അദ്ദുഫഅൽ ഊല എന്ന് പറയുന്ന ഫസ്റ്റ് കൊഹോട്ട്സ്, ഈ ഒരു ആദ്യത്തെ ജുവൈനി ബാച്ചിന് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. അവർ നാടിൻ്റെ വിളക്കുകളായി സേവനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. അള്ളാഹു അതിൻ്റെ വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത മനുഷ്യ സംസ്കാരത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള പ്രയാണം എങ്ങനെയാണ് എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ ശരിക്കും ബോധ്യപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ. നന്മയ്ക്ക് വേണ്ടി വിളിച്ചു പറയാനും നന്മയെ ഹൈലൈറ്റ് ചെയ്യാനുമൊക്കെ ഇവിടെ ആളുകളുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതാണ് ഈ സമ്മേളനം എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ കാസർഗോഡ് കുനിയയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ ആ ഒരു മഹാസമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് മാനസികമായും ശാരീരികമായും നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ആ ഒരു സമ്മേളനം എന്നതൊരു ആൾക്കൂട്ടം മാത്രമല്ല, ഒരു സംസ്കാരത്തെ, ഒരാദർശത്തെ, ഒരു വിശ്വാസത്തെ, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. അത് വെറുമൊരു ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുക മാത്രമല്ല, അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം എന്നു തന്നെ നാമകരണം ചെയ്യപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം എന്നത് ഈ കാലഘട്ടത്തിൽ സംസ്കാരവും മൂല്യവും ഇല്ലായ്മ ചെയ്യപ്പെട്ട് തമസ്കരിക്കപ്പെട്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഇവിടെ മനുഷ്യത്വവും ഊർജ്ജസ്വലതയും ആർജവവും ധീരതയും ധാർമ്മിക ബോധവുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് സജ്ജമാണ് എന്ന് വിളിച്ചോതുന്ന വരും നാളേക്കുള്ള ഒരു കൃത്യമായ നന്മയുടെ കിടാവിളക്കായി മാറേണ്ടതാണ് ഈ 100ാം വാർഷികം. അള്ളാഹു അതങ്ങനെ തന്നെയായി വിജയിപ്പിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായൊരു ഹദീസിൽ ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന യഅഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, ആ മക്കളിലൂടെ കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാചക ശൃംഖലയിലെ അബുൽ അംബിയ, ദ ഫാദർ ഓഫ് പ്രൊഫറ്റ്സ്, പ്രവാചകന്മാരുടെ ഉപ്പ എന്നറിയപ്പെടുന്ന നബിയാണ് മഹാനായ നബിയുല്ലാഹി വ ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ 2 മക്കളിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ ഇസ്ഹാഖ് നബിയിലൂടെ ബനു ഇസ്രായേലുകളിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനും നബിയുമായ വദബീഹുല്ലാഹി ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ ഇസ്മായിൽ നബിയിലൂടെ അറബികളിലേക്ക് കടന്നു വന്ന ആ വംശപരമ്പരയിൽ ലോകത്തിന് വേണ്ടി നിയുക്തരായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഒരേ ഒരു നബി, ഒരേ ഒരു റസൂൽ, ഒരേ ഒരു പ്രവാചകൻ ഇസ്മാഈലി പരമ്പരയിലൂടെ അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെ ആയിരക്കണക്കിന് പ്രവാചകന്മാർ. അത്രമേൽ നബുവത്തിൻ്റെ സാന്നിധ്യവും വെളിച്ചവും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായീൽ. ഇസ്രായീൽ എന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. ഇസ്രായീൽ എന്ന വാക്കിനർത്ഥം തന്നെ അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്യുന്ന മഹാൻ എന്നാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അപരനാമമാണ്. യാക്കൂബ് നബിയുടെ മക്കളിലൂടെ വന്ന മനുഷ്യരെ
ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ദ ചിൽഡ്രൻ ഓഫ് ജേക്കബ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ എന്ന അർത്ഥത്തിലാണ് ബനു ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഒരു പാരമ്പര്യം ഇസ്രായേലി തലമുറകളിൽ കടന്നു വരുമ്പോൾ അവർക്കുണ്ടായ ന്യൂനത എവിടെ സംഭവിച്ചു എന്നതിന് പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന ഒരു കാരണം ദീർഘമായ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വലമ ദഖല നഖ്സു അലാ ബനി ഇസ്രായേൽ. എവിടെയാണ് അവർക്ക് ന്യൂനത പറ്റിയത്? ഇത്രമേൽ അംബിയാഇന്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സമൂഹം എവിടെയാണ് തകർന്നു പോയത്? എവിടെയാണ് അവർക്ക് ചുവട് പിഴച്ചത്? എന്തേ അവര് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറിപ്പോയത് എന്ന കാരണം ചരിത്രാന്വേഷികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹബീബിന്റെ ഈ ഹദീസ് മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റജുൽ കാന യൽഖ റജുല ഫയഖൂൽ യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവരുടെ നാടുകളിൽ തിന്മകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മദ്യപാനവും ലഹരിയും ചൂതാട്ടവും വ്യഭിചാരവും സ്വവർഗരതികളും തോന്നിവാസങ്ങളും പിടിച്ചുപറികളും വഞ്ചനകളും നുണപറയലുകളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവർ പറഞ്ഞിരുന്നു ഒരു കാലം, നീ ഇതൊന്നും ചെയ്യല്ലടോ, നീ ഇത് ചെയ്യരുത്, ഇതിന് മാറ്റിവെക്ക്, ഇത് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു നാളിൽ അവരങ്ങനെ പറഞ്ഞു. പിന്നെ അവർക്കത് മടുത്തു. പിന്നൊരു ദിവസം അവരെ കണ്ടുമുട്ടിയപ്പോ വഹുവ അലാ ഹാലി, കള്ളുകുടിയൻ കള്ളുകുടിയനായിട്ട് തന്നെയുണ്ട്, മദ്യപാനി മദ്യപാനി തന്നെയാണ്, പലിശയിടപാടുകാരൻ പലിശയിടപാടിൽ തന്നെയാണ്. എന്നിട്ടും ഫലാ യംനഉഹു അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. വിവാഹങ്ങളിൽ ആർഭാടത്തിൻ്റെ തിമർപ്പ് നടക്കുമ്പോൾ 4, 5, 6, 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഭാസ കല്യാണങ്ങൾ നടക്കുമ്പോൾ മഞ്ഞയും ചുവപ്പും നീലയും പല നിറത്തിലും പല പേരിലും ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഡെക്കറേഷൻ കൊണ്ട് ധൂർത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുമ്പോഴും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ കൂടെ ഇരിക്കുകയും അഖീലഹു, അവിടെ സ്റ്റേജിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആടിത്തിമിർക്കുന്നുണ്ട്, ആട്ടും പാട്ടും ഡാൻസും മ്യൂസിക്കും എല്ലാം നടക്കുമ്പോഴും അവിടെ ഇരിക്കാനൊരു മടിയുമില്ലാതെ ഇന്നലെ വരെ ചെയ്യരുത് എന്ന് പറഞ്ഞ ആളോട് പിറ്റേ ദിവസം അയാളോട് ഇത് ചെയ്യല്ലേ എന്ന് പറയാൻ കഴിയാതെ അവരുടെ കൂടെ ഇരുക്കാൻ തുടങ്ങിയ കാലം മുതലാണ് ബനു ഇസ്രായേലുകൾക്ക് പരാജയം തുടങ്ങിയത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു താക്കീതാണ്, ഇതൊരു സമൂഹത്തിനുള്ള കൃത്യമായ മാർഗരേഖയാണ്, ഇതൊരു സമൂഹത്തിനുള്ള മുന്നറിയിപ്പാണ്. അരുത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നാട്ടിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അത് സാരമില്ല എന്നൊരു ഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ പോലും ഇത് ചെയ്യല്ലേ, ഇതിനോടെനിക്ക് യോജിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ അമർഷം രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, പുണ്യ റസൂൽ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും വെച്ചുപൊറുപ്പിക്കാത്തത് ഒരു വേദിയിൽ നടക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാതെ ഫലാ യംനഉഹു ദാലിക അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. അവരുടെ കൂടെ ഇരുന്ന് കുടിക്കാനും കൂടെ ഇരുന്ന് ഭക്ഷിക്കാനും കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാനും ആളുകൾക്ക് മടിയില്ലാതെ വന്ന ഒരു കാലഘട്ടമാണ് ബനു ഇസ്രായേലുകളുടെ തകർച്ചയുടെ തുടക്കമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ ഫഅലു ദാലിക്, ചെയ്യുന്ന തെറ്റാണെന്നറിയാം, പക്ഷേ നാവ് കൊണ്ടൊന്ന് പറയാൻ കഴിയാത്തവൻ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. മനസ്സുകൊണ്ട് വെറുക്കല്ല, ഇരുന്നു കൊണ്ട് മിണ്ടാണ്ട് കണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലും ആഭാസ പ്രകടനങ്ങൾ നടക്കുമ്പോൾ പുതിയ പെണ്ണും പുതുനാരിയും മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ നിന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് സംവദിക്കുകയും കൂടെ പഠിച്ചവരോ കൂടെയുള്ളവരോ നാട്ടുകാരോ ആരോ ആകട്ടെ
അവർക്കൊക്കെ നിന്നുകൊടുക്കാനും പരസ്യമായി ഇസ്ലാം പറയുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ, ഒരു പെൺകുട്ടിയുടെ സർവ്വ ഹുർമത്തും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ വാനോക്കികളായി പോയിരിക്കാൻ മനുഷ്യൻ മടി കാണിക്കാതെ വന്ന ഒരു കാലഘട്ടം ഒരു സമൂഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്തെന്നാൽ നമ്മൾ പറയാറുണ്ട്, എന്തേ മാനസികമായി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ മസ്ലഹത്ത് ശ്രമങ്ങൾക്ക് എന്തേ ഫലം കാണാത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സുകൾ തമ്മിൽ യോജിക്കാത്തത്. ഒരുമയിലും സ്നേഹത്തിലും പരസ്പരം പൊറുത്തും ക്ഷമിച്ചും ഈ ഉമ്മത്ത് സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കന്മാരുടെ, സാരഥികളുടെ, ഉമറാക്കളുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം എന്തേ അപശബ്ദങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു കാണും. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഫലമ്മാ ഫഅലൂ ദാലിക ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്. തിന്മകളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയപ്പോൾ, തിന്മകൾ നടക്കുന്നിടത്ത് മനുഷ്യർ പോയിരിക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ മടി കാണിക്കാതെ വന്നപ്പോൾ, തിന്മകൾ തിന്മകളാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ വന്നപ്പോൾ അള്ളാഹു അവരുടെ മനസ്സുകളെ തമ്മിൽ അടിപ്പിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി ളറബല്ലാഹു ഖുലൂബ ബഅദഹും ബിബഅദ്. അവരുടെ മനസ്സുകൾ തമ്മിൽ വിഭിന്നമായി, അവർ തെറ്റിപ്പിരിയുകയുണ്ടായി, അവർ പഴിചാരാൻ തുടങ്ങി, അവർ പരസ്പരം ചീത്ത വിളിക്കാൻ തുടങ്ങി, പരസ്പരം പരിഹസിക്കാൻ തുടങ്ങി. ഹുർമത്ത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു, ബഹുമാനമില്ലായ്മ ചെയ്യപ്പെട്ടു, അദബില്ലാതെ പോയി. എന്തുകൊണ്ട്? വലിയൊരു ദൗത്യം നിർവഹിക്കപ്പെട്ടതിന് ശേഷം ആ ദൗത്യ നിർവഹണം ചെയ്യാതെ നിന്നു എന്ന് മാത്രമല്ല, തിന്മയുടെ കൂടെ വാപൊളിച്ച് മിണ്ടാതെ നിന്നതിൻ്റെ പേരിൽ ഒരു ഉമ്മത്തിൻ്റെ മനസ്സിനെ അള്ളാഹു തമ്മിലടിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ ഇനി പറയുന്ന ആയത്ത് നബി തങ്ങൾ ഓതുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും മറിയം ബീവിയുടെ പുത്രനായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും പരിശുദ്ധ നാക്കുകളിലൂടെ ഒരു സമൂഹം ശപിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന തിന്മകളാണെന്ന് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കാതിരുന്നവരായിരുന്നു അവർ. ശപിക്കപ്പെടാൻ കാരണം പറയാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ലഅനത്ത് എന്ന് പറയുന്നത് അൽ ബുഅദു അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാതിരിക്കുന്ന വലിയൊരു ദുര്യോഗമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടലാണ്. അതിലും വലുത് എന്താണ് ഒരു മുഅ്മിന് വരാനുള്ളത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഇവിടെ പറയുമ്പോഴും മുഫസ്സിരീങ്ങൾ അല്ലദീന കഫറൂ, കുഫറിലേക്ക് വരെ എത്തിച്ചേരാൻ നിമിത്തമായതിൻ്റെ ഒരു കാരണം പോലും അവരവർ തിന്മകളെ